ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ കഴക്കൂട്ടം സ്ഥാനാർത്ഥിയായ സബീർ അബ്ദുൾ റഷീദാണ് നമ്മോടൊപ്പമുള്ളത്. ശ്രീ സബീർ അബ്ദുൾ റഷീദ്, സ്വാഗതം. എന്താണ് താങ്കളുടെ വികസനത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട്? ആം ആദ്മി പാർട്ടി എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ? ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ 2012 രൂപീകൃതമായ ഒരു പാർട്ടിയാണ്. ഡൽഹിയിൽ രൂപീകൃതമായ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അത് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി മാറി. വെറും 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി മാറി. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ പാർട്ടിയാണ്. 5 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ പ്രതിപക്ഷമാണ് നിലവിൽ ഭരണം പോയി 10 വർഷം ഭരിച്ചു. അത് കഴിഞ്ഞ് പഞ്ചാബിൽ ഇപ്പം 117 സീറ്റിൽ മൊത്തം 117 സീറ്റിൽ 92 സീറ്റോടുകൂടി അവിടെ അധികാരം കൈയാളുന്നു. ഗോവയിൽ 2 സീറ്റുണ്ട്. ഗുജറാത്തിൽ 4 സീറ്റുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് 41 ലക്ഷം വോട്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ നേടിയത്. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന 2 മാസം മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 5 സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി 2 സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചത്. അതിൽ തന്നെ ഗുജറാത്തിൽ വിസവദർ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ജയിച്ച മണ്ഡലത്തിൽ 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആം ആദ്മി പാർട്ടി 75,000 വോട്ടായിരുന്നു, 52% വോട്ടുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് 3% വോട്ട് മാത്രമേ അവിടെ നേടാൻ കഴിഞ്ഞുള്ളൂ. ശരി, താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലം കഴക്കൂട്ടമാണല്ലോ. കഴക്കൂട്ടത്ത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. അത് കൃത്യമായി ശരിയാക്കി എടുക്കുക, ടാറിട്ടെടുക്കുക, പിന്നെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തിയെടുക്കുക, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കുക. പിന്നെ രണ്ടാമതായ തെരുവുനായ ശല്യം, പിന്നെ അതുമാത്രമല്ല ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര ചെയ്യാനുള്ള സൗകര്യം, അതായത് അക്രമികളുടെ ശല്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ജനങ്ങൾക്ക് ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാനുള്ള ഐ ടി നഗരം കൂടിയാണ്. അവർക്ക് ഏറ്റവും സുരക്ഷിതമായി നടക്കാൻ പറ്റണം. ഏത് പാതിരാത്രിയും സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ അടുത്ത കാലത്താണ് ഒരു പെൺകുട്ടിയുടെ ഹോസ്റ്റലിൽ കയറി അത് ദാരുണമായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ വാർഡിലായ ശരി തന്നെയാണ്. ഒരുപാട് നിരവധി മോഷണങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. അവരെ ഒന്നും പിടിക്കാതെ ഇതുവരെ പലരെയും പിടികിട്ടാതെ തന്നെ ഉണ്ട്. പെട്രോൾ മോഷണമുണ്ട്, വീടുകളിലൊക്കെ രാത്രി പെട്രോൾ മോഷണം നടത്തുന്നുണ്ട്, പൈസ മോഷ്ടിക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു മില്ലിൽ ഒരു ദിവസം തന്നെ 3-4 വീടുകളിൽ, ഇവിടെ അടുത്തുള്ള 3-4 വീടുകളിൽ മോഷണം നടത്തി. സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി മോഷണം നടത്തി. ആ CC ക്യാമറയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെക്കുറിച്ച് ഒരു വിവരം ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ അക്രമികളുടെ ശല്യമുണ്ട്. അതിനുള്ള പ്രധാനമായിട്ടും അത് നോക്കുന്നുണ്ട്, സുരക്ഷിതത്വത്തിനാണ്. കഴക്കൂട്ടം സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അതിനൊക്കെ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടോ? നമുക്ക് നിലവിൽ ഓരോ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായാലും ഫണ്ടിന് യാതൊരു കുറവും ഇല്ല. അത്യാവശ്യം പൈസ ഉണ്ട്. പക്ഷേ ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ കൃത്യമായി നടപ്പിലാക്കാത്തതാണ് കാര്യം. അഴിമതി തന്നെയാണ് പ്രധാന കാര്യം. അത് ഒരു പദ്ധതി നടപ്പാക്കിയാൽ അതിൽ 60% അഴിമതിയായിട്ടാണ്, കൈക്കൂലിയായിട്ടാണ് പോകുന്നത്. പിന്നെ ആ പദ്ധതി, ഈ ഒരു റോഡ് ചെയ്യണമെങ്കിൽ, 1 കോടി രൂപയുടെ ഒരു പദ്ധതി ചെയ്യണമെങ്കിൽ, ഒരു റോഡ് ടാറിടണമെങ്കിൽ അത് 40% മാത്രമേ അത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. അത് കോൺട്രാക്ടർക്ക് കുഴപ്പമില്ല. അത് എന്താണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, പിന്നെ ഉദ്യോഗസ്ഥർക്കും, മന്ത്രിമാർക്കും, MLA-മാർക്കടക്കം ഉള്ള എല്ലാ ജനപ്രതിനിധികൾക്കടക്കം കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ്. ആ കൈക്കൂലി കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റോഡ് പണിയാൻ പറ്റില്ല. കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അവരുടെ ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കൊണ്ടാണ് റോഡ് ഇങ്ങനെ ഈ ഒരു ഗതികേട് വരുന്നത്. പിന്നെ ഒരിക്കൽ പോലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ മെയിനായിട്ട് റോഡ് 5 വർഷമല്ല
വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. നമ്മുടെ നാട്ടിലെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യും. പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മാസം പോലും നിൽക്കാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ഷന് തൊട്ട് മുമ്പ് ടാറിടുക, ഒരു മാസം മുമ്പ് ടാറിടുക. അതിനുള്ള കാര്യം തന്നെ അവർക്കറിയാം, അടുത്ത 5 മാസത്തിനകത്ത് ആ റോഡ് പൊട്ടിപ്പൊളിയുമെന്ന് ഉള്ള കാര്യം എല്ലാ ജനപ്രതിനിധികൾക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ആ സമയത്ത് മാത്രം ടാറിടുന്നത്. അത്രയും നാൾ പൈസ ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ ടാറിടുന്നത്. അതിൻ്റെ പ്രയോജനമുണ്ട്. ഇപ്പോൾ വേറെ അവരുടെ ഗവൺമെൻറ്റൊക്കെ ഒരു അനാസ്ഥ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടി. ഇപ്പോൾ ചന്തവിള വാർഡിൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിൽ നിന്ന് നിരന്തരം വർഷങ്ങളായിട്ട് അവരുടെ ഫാമിലി പറഞ്ഞ 15 വർഷത്തോളം അവർ വീട് വെച്ചിട്ട് അന്ന് മുതൽ വെള്ളം വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തില്ല. ഒലിച്ച് മണിക്കൂറുകൾ കണക്കിന്, ടൺ കണക്കിനാണ് വെള്ളം ഒലിച്ചു വെക്കൊണ്ടിരിക്കുന്നത്. ആ ഒലിച്ചു ഒരു ദിവസം ചിലപ്പോൾ അന്ന് ഓഫ് ചെയ്യാറില്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഓഫ് ചെയ്യണം. അത്രയ്ക്കും ഒലിച്ചു വെക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തൊട്ടപ്പുറത്ത് വേറൊരു വാട്ടർ, 1 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു വാട്ടർ ടാങ്കിൽ അവിടെ ഒരു മാസമായിട്ട് അവിടെ വെള്ളമില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്കും അനാസ്ഥയാണ് കാണുന്നത്. ഇവര് അധികൃതര് ഇപ്പൊ ഗവൺമെന്റ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഫൈൻ അടയ്ക്കും. ഗവൺമെന്റ് എന്ത് കാണിച്ചാലും, അവിടെ അധികാരികൾ എന്ത് കാണിച്ചാലും ഒരു ഫൈനും ഇല്ല. അവർക്ക് എന്ത് കഴക്കൂട്ടം വാർഡിനെ സംബന്ധിച്ച് ജലദൗർലഭ്യം വളരെ ഒരു നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ചില സ്ഥലങ്ങളിൽ ജലദൗർലഭ്യമുണ്ട്. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ, കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ജലദൗർലഭ്യമുണ്ട്. ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പൊക്കിക്കൊണ്ടിരിക്കുക, വെള്ളം അനാവശ്യമായിട്ട് ദൂരത്തായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും ഒക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അതെല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തോടുകൾ, ജലസംഭരണികൾ അതെല്ലാം വൃത്തിയാക്കി എടുക്കുക, ഫുൾ വൃത്തിയാക്കി എടുക്കുക. തോടുകൾ, പിന്നെ ചെറിയ ആറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുക, ജലസംഭരണികൾ വൃത്തിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. ശ്രീ സബീർ, താങ്കളെ സംബന്ധിച്ച് താങ്കൾ ദീർഘകാലമായിട്ട് ഒരു പത്രപ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഈ വാർഡിന്റെ ഓരോ ചലനവും സ്പന്ദനവും തിരിച്ചറിയുന്ന ഒരാളും കൂടിയാണ്. അത് മനസ്സിലിരിക്കെ എത്രത്തോളം വിജയ ശതമാനം താങ്കൾക്ക് തോന്നുന്നുണ്ട്? വിജയ സാധ്യത ഉണ്ടോ ആം ആദ്മി പാർട്ടിക്ക്? തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട്. കാര്യം ഞാൻ പോയ 80% പോയതിൽ, ഞാൻ വീടുകളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടത്തി. ഞാൻ 2 മാസത്തോളം ഓഗസ്റ്റ് മുതൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയാണ്. ആ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. മറ്റുള്ളവർ വളരെ കുറച്ച് കൂടെ വന്നിട്ടുള്ളൂ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയൊരു പാർട്ടി ആയത് കാരണം ആം ആദ്മി പാർട്ടിക്ക് വോളണ്ടിയേഴ്സ് കുറവാണ്. പക്ഷേ നമ്മളെ ആശയങ്ങളാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പൊ ആ ആശയങ്ങൾ വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ അവരോട് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വോട്ട് ചെയ്തു. പക്ഷേ മാറ്റം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ ജനിച്ചത് കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ ജനിച്ച BJP-കാരനായിട്ടാണ്, മരിക്കുന്നതും CPM-കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, BJP-കാരനാണ്. പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ അതിനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന അത്രയും അങ്ങനത്തെ ജനങ്ങളുമുണ്ട്. പക്ഷെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരടക്കം എനിക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ആ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ജനങ്ങളുടെ എല്ലാം നല്ലൊരു ശതമാനം പേർ, ഞാൻ പോയി കണ്ടതിൽ 80% പേർക്കും എന്നെ അറിയാമെന്നുള്ളവരാണ്. പേര് അറിഞ്ഞിട്ടെങ്കിലും കണ്ടെങ്കിലും പരിചയമുള്ളവരാണ്. ആ ഒരു വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നില്ല. ആ ഒരു വിശ്വാസമാണുള്ളത്. അപ്പൊ ഇനി എല്ലാം കവർ ചെയ്യണം. ശരി, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇതൊരു LDF-ന്റെ വാർഡായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഞാനും ഈ വാർഡിലുള്ളത് തന്നെയാണ്. ഇവിടുത്തെ ജനപ്രതിനിധിയൊന്നും ആർക്കും ഒരാളും തൃപ്തികരമല്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുവേ ഉള്ളത്. ആ ഒരു പ്രതീക്ഷയും എൻ്റെ വിജയസാധ്യതയ്ക്ക്. ശരി, എല്ലാവിധ ഭാവുകങ്ങളും ശ്രീ ഷബീർ. താങ്ക് യു. The Voice of India.